ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. AJ Electric യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ടുള്ള PLC, HMI, VFD, അതുപോലെ കൺട്രോൾ വയറിംഗ്, അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കത്തക്ക രീതിയിലുള്ള വീഡിയോസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് നമ്മളൊരു ടെമ്പറേച്ചറിനെ കൺട്രോളിനെ പറ്റിയാണ്. അതായത് സെലക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ടെമ്പറേച്ചർ കൺട്രോളിനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ നമുക്ക് എങ്ങനെ വയറിംഗ് ചെയ്യാം, എന്താണ് ഇതിന്റെ ഉപയോഗം, എന്താണ് ടെമ്പറേച്ചർ കൺട്രോൾ. നമുക്ക് ആദ്യം എന്താണ് ടെമ്പറേച്ചർ കൺട്രോൾ നോക്കിയാലോ. അതായത് നമുക്കൊരു ഡ്രയർ അല്ലെങ്കിൽ ഹോട്ട് എയറിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു സീലിംഗിന്റെ ആവശ്യമുണ്ട്. അതുപോലെ ഒരു എക്സ്ട്രൂഷൻ ഫിലിമിൽ അല്ലെങ്കിൽ എക്സ്ട്രൂഷൻ ബാറിൽ നമുക്കൊരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആദ്യം ഇതിനകത്തൊരു കൺട്രോൾ സർക്യൂട്ട് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ വയറിങ്ങും ഇൻപുട്ട് ടെർമിനലും അതുപോലെ ഈ പുറകു സൈഡിൽ അതിന്റെ ടെർമിനൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കിയിട്ട് എങ്ങനെയാണ് വയറിംഗ് ചെയ്യാമെന്ന് നോക്കാം. അതുപോലെ രണ്ട് തരത്തിലുള്ള വയറിംഗ് ആണ് വരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഹീറ്ററിൽ കോണ്ടാക്ടർ ത്രൂ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് SSR ത്രൂ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം നമ്മൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ SSR വെച്ചിട്ടാണോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ വെച്ചിട്ടാണോ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കണം. അതുപോലെ നമുക്ക് ആ ഏരിയയിലുള്ള ഹീറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഈ ടെമ്പറേച്ചർ കൺട്രോളിന് സെൻസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് നമുക്കൊരു സെൻസർ ഉപയോഗിക്കണം. അതായത് തെർമോകപ്പിൾ എന്നാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. RTDയും വരുന്നുണ്ട്, തെർമോകപ്പിളും വരുന്നുണ്ട്. അതുപോലെ തെർമോകപ്പിളിന് ഈ രണ്ട് വയറാണ് വരുന്നത്. അതായത് പ്ലസും മൈനസും. അതുപോലെ ഇത് ത്രെഡ് ടൈപ്പാണ്, അതുപോലെ പിൻ ടൈപ്പ്, അതുപോലെ പല മോഡൽ JK അങ്ങനെ പല വേരിയന്റിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചറിന്റെ റേഞ്ച് ഏതാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ തെർമോകപ്പിൾ സെലക്ട് ചെയ്തത്. ഇപ്പൊ എനിക്ക് സപ്പോസ് 400 ഡിഗ്രി ടെമ്പറേച്ചർ ഒക്കെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് K ടൈപ്പ്, J ടൈപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ വയറിംഗ് എങ്ങനെ ചെയ്യാൻ പഠിക്കണം. അതുപോലെ എങ്ങനെ കോണ്ടാക്ടർ വയറിംഗ് ചെയ്യാം, അതുപോലെ എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് വയറിംഗ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ നിങ്ങൾ ഈസി ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ടെമ്പറേച്ചർ കൺട്രോളും നിങ്ങൾക്ക് ഇതുപോലത്തെ സർക്യൂട്ട് ഡയഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ എന്തെല്ലാം പ്രോബ്ലംസ് ഇതിനകത്ത് വരാൻ സാധ്യതകളുണ്ട്, അതുപോലെ അതെങ്ങനെ കണ്ടുപിടിക്കും, അതുപോലെ കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അത് നമുക്ക് പഠിക്കണം തീർച്ചയായിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഡിവൈസുകൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, കോണ്ടാക്ടറും ഒരു SSRഉം. അതുപോലെ എൻ്റെ കയ്യിൽ ഹീറ്റർ ഇല്ല, ഞാൻ സൈഡിൽ ഫോട്ടോസ് കാണിക്കാം. സാധാരണ രീതിയിൽ നമുക്ക് റോഡ് ഹീറ്റർ വരാറുണ്ട്, അതിനെ പെൻസിൽ ഹീറ്റർ അല്ലെങ്കിൽ കാർട്ടിഡ്ജ് പറയാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ബാൻഡ് ടൈപ്പ് ഹീറ്റർ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രൂഷൻ പർപ്പസ് ആണ് എന്നുണ്ടെങ്കിൽ ആ പൈപ്പ് അല്ലെങ്കിൽ ആ ബാരലിന് മുകളിലൂടെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ വെക്കുന്നതിനാണ് ബാൻഡ് ഹീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ സെറാമിക് ടൈപ്പ് ഹീറ്റർ വരുന്നുണ്ട്. അപ്പൊ ആ ഹീറ്റർ ഒന്നും നമുക്കിപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ ഫോട്ടോ സൈഡിലേക്ക് കാണിക്കാം. അതായത് അത് പ്രോപ്പറായിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് അത് ബേൺ ആയി പോകും, ബ്ലാസ്റ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിന് പകരം ഞാനൊരു ലൈറ്റ് ഇൻഡിക്കേഷൻ കാണിച്ചിട്ട് നമ്മുടെ സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ എങ്ങനെയാണ് ഹീറ്റ് സെൻസ് ചെയ്യുന്നത്, അതുപോലെ വേറെ ഓപ്ഷൻസ് കൂടി ഉണ്ട്. ഇപ്പൊ സപ്പോസ് എനിക്കൊരു 150 ഡിഗ്രി ടെമ്പറേച്ചർ ആണ് ഞാൻ സെറ്റ് ചെയ്തത്. നോർമൽ കേസിൽ അത് അപ്പ് ആൻഡ് ഡൗൺ ആവാനുള്ള സാധ്യതകളുണ്ട്, ചില കേസിൽ അത് ഇച്ചിരി കൂടെ കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് 150 കോൺസ്റ്റന്റ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ കാണുന്ന രീതിയിലുള്ള, അതിന് ഞാൻ എക്സാമ്പിളിനായിട്ട് ഒരു ബ്ലോവറിന് വേണ്ടി ഒരു ഫാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 150 കൂടുതൽ ഒരു 160ലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത ഔട്ട്പുട്ട് ഓൺ ആയിട്ട് നമ്മുടെ ഈ ബ്ലോവർ ഓൺ ആവും. അതായത് കറക്റ്റ് 150 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കട്ട് ഓഫ് ആകും. അതുപോലെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ആവണം. അതിനാണ് നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് നമ്മുടെ മെഷീൻ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് സപ്പോസ് ഒരു സീലിംഗ് പർപ്പസ് ആണ് നമ്മൾ മെഷീൻ ഉപയോഗിക്കുന്നത്, പാക്കിംഗ്. ആ സമയത്ത് 150 ഡിഗ്രി ടെമ്പറേച്ചർ എനിക്ക് ആവശ്യമായിരുന്നു. ഓപ്പറേറ്റർ 150 ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ റൺ 1-2 മണിക്കൂറിന് ശേഷം ചിലപ്പോൾ അറിയത്തില്ല, ചിലപ്പോൾ ഹീറ്റർ ഡാമേജ് ആയിട്ടുണ്ടാവും, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് ഡൗൺ ആവാനുള്ള സാധ്യതകളുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു 5 ഡിഗ്രി ഒക്കെ കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, ചിലപ്പോൾ സീലിംഗ് കിട്ടുമായിരിക്കും. ആ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് 5-ന് താഴോട്ടും കൊണ്ട് ഡിഗ്രി കുറയുവാണ്, അല്ലെങ്കിൽ 140 ആ റേഞ്ചിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമുക്കൊരു അലാറം നമുക്ക് കിട്ടണം. ഒന്നുകിൽ നമ്മുടെ മെഷീൻ സ്റ്റോപ്പ് ആവണം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ PLCക്ക് ഒരു ഇൻപുട്ട് പോകണം, അല്ല എന്നുണ്ടെങ്കിൽ ബസർ ഇൻഡിക്കേഷൻ എന്തെങ്കിലും ഓപ്പറേറ്ററിന് ഒരു മെസ്സേജ് കൊടുക്കണം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല, സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അപ്പൊ ആദ്യമായിട്ട് ഞാനൊരു കോണ്ടാക്ടർ വെച്ചിട്ട് വയറിംഗ് ചെയ്യാം, അതുപോലെ തന്നെ പ്രോഗ്രാം ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇത് ചെയ്യണേന്ന്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് കുറച്ച് എക്യുപ്മെന്റ്സും വയറും കാര്യങ്ങളും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഇൻപുട്ട് സപ്ലൈക്ക് ഒരു സോക്കറ്റ് ഞാൻ ഉണ്ട്. അതുപോലെ നമുക്ക് തെർമോകപ്പിൾ കാണാൻ പറ്റും, സ്ക്രൂ ടൈറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു
നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ഓൺ ചെയ്യാനായിട്ട് ഒരു സെലക്ടർ സ്വിച്ച്, അതുപോലെ ഒരു കോണ്ടാക്ടർ എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കാണാൻ പറ്റും ഞാനൊരു ഹീറ്ററിന് പകരമായിട്ട് ഈ കാണുന്ന യെല്ലോ കളർ ഇൻഡിക്കേഷനാണ് ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്കൊരു ടെമ്പറേച്ചർ കൺട്രോളർ കാണാൻ പറ്റും. അതുപോലെ SSR ഉണ്ട്. SSRും അതുപോലെ കോണ്ടാക്ടറും ഈ രണ്ട് വയറിങ്ങുമാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് മൾട്ടിമീറ്റർ, അതുപോലെ വയർ കട്ടർ, അതുപോലെ ലൈറ്റ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ ഞാനിവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഫാൻ എന്ന് പറയുന്നത് നമ്മുടെ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫാൻ നമുക്ക് ഓപ്പറേറ്റ് ആവണം. അപ്പോൾ നമുക്ക് ഈ വയറിങ് വൺ ബൈ ആയിട്ട് നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോളർ. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബട്ടൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കാണുന്നത് മോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺസ്, അതായത് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും അതുപോലെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ടൂണിംഗ് എന്ന് എഴുതിയിട്ടുണ്ട് AT. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് വേണം എന്നുണ്ടെങ്കിൽ ലോങ് പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. അതുപോലെ അതിനുള്ള ബട്ടണും, അതുപോലെ ഈ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിജിറ്റുകൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെഫ്റ്റ് ആരോ മാർക്ക് ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ, നമുക്ക് ഹീറ്റ് ടെമ്പറേച്ചർ ഇപ്പോൾ 100 ആണ് അല്ലെങ്കിൽ 150 വെക്കണം, അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആരോ മാർക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാനുള്ള ലൈറ്റും ഇൻഡിക്കേഷനും കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണേന്ന്. അതുപോലെ മെയിനായിട്ട് നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതിനകത്ത് 1 2 3 4 അതുപോലെ 10 വരെ ടെർമിനൽസ് ഉണ്ട്. ഓക്കെ, അതുപോലെ അതായത് പുറകിലും 2 നമ്പർ ഉണ്ട്, 11ഉം 12ഉം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് പരിചയപ്പെട്ടാലോ. അതിനായിട്ട് ഈ 1ഉം 2ഉം എന്ന് പറയുന്നത് 3ഉം എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിൽക്കട്ടെ. മെയിൻ ആയിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഇൻപുട്ട് സപ്ലൈ നോക്കാം ഏതാണ് എന്നുള്ളത്. അതായത് 4ഉം 5ഉം ആണ് ഇതിന്റെ ഇൻപുട്ട് സപ്ലൈ. അത് പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ട് പവർ, അതുപോലെ ഇൻപുട്ട് വോൾട്ടേജിന്റെ റേഞ്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇൻപുട്ട് സപ്ലൈ ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ഓപ്പറേറ്റ് ആവും. രണ്ടാമത് നമുക്ക് SSR ആണ് അല്ലെ റിലേ ആണ്. അപ്പൊ ഞാൻ സപ്പോസ് റിലേ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് 11ഉം 12ഉം എന്ന് പറയുന്ന ആ ടെർമിനലാണ് ഉപയോഗിക്കേണ്ടത്. അതിനിടയിൽ എഴുതിയിട്ടുണ്ട് SSR ഔട്ട് DC 12 വോൾട്ട്. അപ്പൊ എന്റെ SSRന്റെ വോൾട്ടേജ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 3 to 30 വോൾട്ട് ആണ്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആ SSR ആണ് ഉപയോഗിക്കുന്നത്, ഈ 2 ടെർമിനൽസ് ഉപയോഗിക്കണം. ഇനി അതല്ല നിങ്ങൾ കോണ്ടാക്ടർ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഈ പറയുന്ന റിലേ ഉപയോഗിക്കണം. 2 എന്ന് പറയുന്നത് കോമണും, അതുപോലെ 3 എന്ന് പറയുന്നത് NOയും, 1 എന്ന് പറയുന്നത് NC ആണ്. ഇതൊരു റിലേ കോണ്ടാക്ട് ആണ്. അപ്പൊ നമ്മളൊരു ഇൻപുട്ട് സപ്ലൈ ഒരു 220 ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫേസിൽ നിന്ന് ഒരു ലൂപ്പ് ഇവിടെ കൊടുക്കുവാണ് കോമണിലേക്ക് ഇവിടെ ലൂപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ട്രിഗർ ആവും. അതിനനുസരിച്ച് നമ്മൾ കോൺടാക്ടറിലേക്കുള്ള സപ്ലൈ പോകും. അപ്പൊ നമുക്ക് വയറിംഗ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതുപോലെ അലാറം അല്ലെങ്കിൽ ബ്ലോവർ അങ്ങനെയുള്ള കേസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. അതായത് ഒരു സപ്ലൈ ഇവിടെ കൊടുക്കുവാണ് 6ലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7 നിങ്ങൾക്ക് ഒന്നെങ്കിൽ അലാറത്തിന്റെ ഇൻപുട്ട് ആയിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ ബ്ലോവർ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, കൂളിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് മെയിൻ സെൻസർ. അതായത് തെർമോകപ്പിൾ ആണെന്നുണ്ടെങ്കിൽ 9 8 10 കണക്ട് ചെയ്യണം. അതവിടെ എഴുതിയിട്ടുണ്ട് പ്ലസും മൈനസും ടെർമിനൽസ്. അതുപോലെ RTD ആണെന്നുണ്ടെങ്കിൽ 3 വയറാണ് വരുന്നത്, 8 9 10. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡ്രോയിങ്സ്. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലും എന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് വേറെ എവിടെയെങ്കിലും ടെർമിനൽ നമ്മൾ ഇൻപുട്ട് സപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്ട് സർക്യൂട്ട് ആവും, ഇതുപോലെ ബ്ലാസ്റ്റ് ആവും. അതായത് 4ഉം 5ഉം. ഓക്കെ, നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. LN അതുപോലെ ഈ കാണുന്ന 4ഉം 5ഉം ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ട് സപ്ലൈ. അപ്പൊ നമുക്ക് ആദ്യം നമുക്കൊന്ന് ഇൻപുട്ട് സപ്ലൈ ചെയ്തിട്ട് ഇതിനൊന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് പവർ ഒന്ന് ഓൺ ചെയ്യാം. അതിനായിട്ട് ഞാൻ സെലക്ടർ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്റെ ടെമ്പറേച്ചർ കൺട്രോളർ ഓൺ ആയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞ സെറ്റ് വാല്യൂ എന്നാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറും മേലെ പ്രാക്ടിക്കൽ വാല്യൂ. ഇപ്പോൾ പ്രാക്ടിക്കൽ വാല്യൂടെ ഡാഷ് അതായത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം റീഡ് ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം നമുക്ക് ഏത് ഏരിയയിലെ ഹീറ്റർ ആണ് ആ ടെമ്പറേച്ചർ ആണോ നമുക്ക് സെൻസ് ചെയ്യേണ്ടത്, ആ സെൻസർ ഒന്നെങ്കിൽ ഡാമേജ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടില്ല എന്നതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സെൻസറും കൂടി ഒന്ന് കണക്ട് ചെയ്യാം രണ്ടാമതായിട്ട്. അപ്പൊ നമുക്ക് ആ ഒരു റീഡിങ് കിട്ടും. അപ്പൊ ആ ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ സെൻസ് ചെയ്യും, അത് ഇവിടെ ഷോ ചെയ്യും അതിന്റെ ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് തെർമോകപ്പിളും കൂടി ഒന്ന് കണക്ട് ചെയ്താലോ. അപ്പൊ ഇതാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന തെർമോകപ്പിൾ. അതിനകത്ത് 2 വയർ വരുന്നുണ്ട്, പ്ലസും മൈനസും. അതുപോലെ എന്റെ പുറകിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് 9ഉം 10ഉം ആണ് നമ്മുടെ തെർമോകപ്പിൾ. അപ്പൊ നമുക്കൊന്ന് വയറൊന്ന് കണക്ട് ചെയ്താലോ. അപ്പൊ 9ഉം 10ലും ഞാൻ കറക്റ്റായിട്ട് തെർമോകപ്പിളിന് വയർ കൊടുത്തിട്ടുണ്ട്. പ്ലസും മൈനസും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എറർ കാണിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സപ്ലൈ ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എത്രയാണ് റീഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ സപ്ലൈ ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പൊ കറക്റ്റ് ആയിട്ട് 22 ഡിഗ്രി കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ റൂം ടെമ്പറേച്ചർ ആണ് ഈ തെർമോകപ്പിളിന്റെ. ഓക്കെ, നമുക്കൊന്ന് തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ഒരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഞാനിതിവിടെ വെക്കുവാണ്.
കാണാൻ പറ്റും. ഞാനൊരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയാണ് നമ്മുടെ തെർമോകപ്പിൾ സെൻസ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതാണോ. ഓക്കെ, അപ്പോൾ നമ്മൾ തെർമോകപ്പിളിന്റെ വയറിംഗ് കറക്റ്റ് ആയിട്ട് പഠിച്ചു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി അതുപോലെ നമുക്ക് തെർമോകപ്പിളിന്റെ ഏരിയ കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം. തെർമോകപ്പിൾ നമുക്ക് മാറ്റി കൊടുത്താലോ, പ്ലസും മൈനസും മാറ്റി കൊടുത്താൽ എന്താണ് നമുക്ക് റീഡ് ചെയ്യണം നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 വയർ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തെർമോകപ്പിളിന്റെ പ്ലസും മൈനസും വയർ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ റീഡിങ് കറക്റ്റ് ആയിട്ട് 10 ഡിഗ്രി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം. ഹീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റീഡ് ചെയ്യണമെന്ന് നോക്കാം വാല്യൂ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ടെമ്പറേച്ചർ താഴോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർ അല്ല. നമുക്കപ്പോൾ ഇങ്ങനെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് ഹീറ്റ് സെൻസ് ചെയ്യാൻ പറ്റില്ല. ചില ടെമ്പറേച്ചർ കൺട്രോളിൽ ഇവിടെ SRR അങ്ങനെ ചെറിയ എന്തെങ്കിലും എറർ വരും. അതായത് ചിലപ്പോൾ ഒന്നെങ്കിൽ ഡാഷ് അതുപോലൊക്കെ കാണിക്കും, ഒരു റീഡിങ്ങും കാണിക്കില്ല. അപ്പം നമ്മുടെ തെർമോകപ്പിൾ പ്രോപ്പറായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കോണ്ടാക്ടർ ത്രൂ എങ്ങനെ നമുക്ക് ഹീറ്ററിനെ ഓപ്പറേറ്റ് ചെയ്യാം. ഞാൻ ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പ്രോപ്പറായിട്ട് ഒരു ഹീറ്ററായിട്ട് സങ്കല്പിക്കുക. അതായത് ഹീറ്റഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹീറ്റർ ഓൺ ആകുക എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈറ്റ് ആയിരിക്കും ഓൺ ആകുക. അപ്പം അതിൻ്റെ വയറിംഗ് എന്ന് പറയുന്നത് എൻ്റെ കോണ്ടാക്ടർ ത്രൂ ആയിരിക്കും എൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ് നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ. അപ്പം അതിനായിട്ട് കോണ്ടാക്ടർ നമുക്ക് ആദ്യം സെലക്ട് ചെയ്യണം. അപ്പം അങ്ങനെ എടുക്കുന്ന സാഹചര്യത്തിൽ കോണ്ടാക്ടർ ഏത് ടൈപ്പ് കോയിലാണ്, ഇത് 240 ആണ് ഈ കോണ്ടാക്ടറിന്റെ കോയിൽ വോൾട്ടേജ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ 3 ഫേസിന്റെ ഹീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഫേസ് ലൈൻ ഇവിടെ കൊടുക്കണം. R L1 ഈ 3 സെക്ഷനിലും 3 ഫേസ്, അതുപോലെ 3 വയർ വരും 3 ഫേസ് ആണെങ്കിൽ. ഇനി ഈവൻ സിംഗിൾ ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു വയർ ഇവിടെ ഏതെങ്കിലും ഒരു ടെർമിനൽ കൊടുക്കുക, അതുപോലെ ഒരു ടെർമിനൽ ഇവിടെ എഴുതും. ഇനി സാധാരണ നമ്മൾ ചെയ്യാറെന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഈ 3 ലൈനോടെ ലൂപ്പ് കൊടുക്കും. അതുപോലെ ഈ ഒരു 3 ലൈൻ ലൂപ്പ് കൊടുത്ത സിംഗിൾ വയർ ആയിരിക്കും നമ്മൾ ഹീറ്ററിലേക്ക് പോവുക. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോണ്ടാക്ടർ ഇങ്ങനെ പ്രസ്സായി പോണ സമയത്ത് ചില കേസ് ഏതെങ്കിലും ഒരു പോയിന്റ് വർക്ക് ആവാണ്ടിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു കോണ്ടാക്ടർ എപ്പോഴും പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് മിസ്സായിട്ടുണ്ടെങ്കിലും മറ്റേ ഒരു പോയിന്റ് ത്രൂ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത് 240 ഒരു കോണ്ടാക്ടർ ആണ്. അപ്പൊ ഇതിന്റെ വയറിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് A1 A2 എന്ന് പറയുന്ന 2 കോയിലിന്റെ ടെർമിനൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, A1 ഉം A2. അപ്പോൾ A2ലേക്ക് നമുക്ക് ന്യൂട്രൽ ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുക്കാം, കണക്ട് ചെയ്യാം. അതിനുശേഷം ഫേസ് ലൈൻ നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ത്രൂ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്കൊരു ന്യൂട്രൽ ലൈൻ നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ടറിലേക്ക് കൊടുക്കാം. അതിനായിട്ട് ഓൾറെഡി നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ഒരു ന്യൂട്രൽ ലൈൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ A2ലേക്ക് ഡയറക്റ്റ് ഒരു ന്യൂട്രൽ കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫേസ് ലൈനിന്റെ കണക്ഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ കാണുന്ന സർക്യൂട്ട് ഡയഗ്രാമത്തിൽ നമ്മൾ കോണ്ടാക്ടർ ത്രൂ ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ 2 എന്ന് പറയുന്ന ടെർമിൽ നമ്മൾ ഇവിടുന്ന് ഒരു ഫേസ് ലൈൻ കൊണ്ട് നമ്മൾ ഈ 2ലേക്ക് കണക്ട് ചെയ്യാണ്. അതായത് നമ്മുടെ 4 എന്ന് പറയുന്ന ഫേസ് ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 2 എന്ന് പറഞ്ഞ ഒരു ലൂപ്പ് ജമ്പർ വയർ നമുക്ക് 2ലേക്ക് കണക്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ തെർമോകപ്പിൾ കോണ്ടാക്ടറിന്റെ വയറിംഗ് ആണല്ലോ ചെയ്യുന്നത്. കോണ്ടാക്ടറിൽ നമ്മൾ ഓൾറെഡി A1 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, A2 കണക്ഷൻ ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോണ്ടാക്ടറിലേക്കുള്ള സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഈ റിലേ ആണ് കോണ്ടാക്ടറിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ 2 എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ഫേസ് ലൈൻ എടുത്തിട്ട് 2ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 3 ആണ് നമ്മുടെ NO കോണ്ടാക്ട്. അപ്പൊ ഈ 3യിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ എൻ്റെ കോണ്ടാക്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം കോണ്ടാക്ടർ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനായിട്ട് ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സൗണ്ട് കേട്ടു, അതായത് എൻ്റെ കോണ്ടാക്ടർ പിടിച്ചിട്ടുണ്ട്. കോണ്ടാക്ടർ വർക്ക് ആവാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ 100 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 29 ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും, അതായത് എൻ്റെ 100ലേക്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹീറ്ററിനായിട്ട് ഞാൻ ഈ ഒരു ലൈറ്റും കൂടെ കണക്ഷൻ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഹീറ്റർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കോണ്ടാക്ടറിന്റെ വയറിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഓട്ടോ കൺട്രോളിന്റെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കലി ഓൺ ആവും ഓഫ് ആവും. അതുപോലെ നമ്മുടെ ഹീറ്ററോട് സെൻസ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്ററിന് പകരം ഈ ഒരു ലൈറ്റിന്റെ വയറിംഗ് കൂടെ ചെയ്യാം കോണ്ടാക്ടർ ത്രൂ. അപ്പൊ കോണ്ടാക്ടർ ഓൺ ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകാൻ പറ്റും എന്റെ ഹീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു 220 ഹീറ്റർ ആണ്, അതായത് ലൈറ്റ് ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അതിന് ന്യൂട്രലും കോമൺ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ഫേസ് ലൈൻ എടുത്ത് ഡയറക്റ്റ് ഇവിടെ കൊടുക്കാം. അതിനുശേഷം ഇവിടുന്നാണ് ഔട്ട്പുട്ട് ആണ് നമ്മുടെ ഈ ലൈറ്റ് ഹീറ്ററിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഹീറ്ററിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ യെല്ലോ കളറാണ് നമ്മൾ ഹീറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ 100 ആണല്ലോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ 100 ബാലൻസ് ആകുമ്പോൾ ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോ 32 ഉള്ളൂ. അപ്പം എപ്പോഴും ഇത് കത്തിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ 100 ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ കോണ്ടാക്ടർ കൺട്രോൾ വയറിംഗ് ആണ്. അപ്പൊ നമ്മുടെ ഹീറ്റ്
100 ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ കോണ്ടാക്ടർ ഓൺ ആകും, കട്ട് ഓഫ് ആകും അതിന്റെ കൺട്രോളിങ്ങിനനുസരിച്ചിട്ട്. അപ്പൊ നമ്മൾ എപ്പോൾ 100 ആകുന്നു ആ സമയത്ത് നമ്മുടെ അത് കട്ട് ഓഫ് ആവത്തുള്ളൂ. അപ്പൊ അതിനായിട്ട് നമ്മൾ ഹീറ്റർ അല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തെർമോകപ്പിളിൽ ഒന്ന് ഹീറ്റ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ടെമ്പറേച്ചർ കൺട്രോൾ കാണാൻ പറ്റും. 100 മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കൺട്രോളർ ഓൺ ആവത്തില്ല. അതിനായിട്ട് 71 ആയിട്ടുണ്ട്, 80 ഓക്കെ. ഇനിയിപ്പോൾ 100 മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി നമ്മുടെ കൺട്രോൾ വർക്ക് ചെയ്യത്തില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ സിസ്റ്റം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്ത് ചെയ്യും, ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ഉപയോഗിക്കുന്നത്. ഈ സമയത്ത് ഹീറ്റ് ഓവർ ആയാലും കുറഞ്ഞാലും നമുക്ക് ഒരു അലാറം കിട്ടണം. അതുപോലെ ഇപ്പൊ പെട്ടെന്ന് ഹീറ്റ് ഡൗൺ ആവുമെന്ന് പറഞ്ഞാൽ ഇത് AC റൂം ആയതുകൊണ്ടാണ് നമുക്കപ്പോൾ പെട്ടെന്ന് ഡൗൺ ആവുന്നത്. അതുപോലെ ഇപ്പൊ 100 താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ ഓട്ടോമാറ്റിക്കലി ഹീറ്റർ ഓൺ ആവും. അപ്പൊ നമുക്ക് നോക്കാം. അതുപോലെ ഇപ്പൊ സപ്പോസ് ഇപ്പൊ 100 മുകളിലോട്ട് പോകുവാണ്, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ ഹീറ്റ് ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ടുണ്ട്. അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ 100 മേലോട്ട്, അതായത് 150 അല്ലെങ്കിൽ ആ റേഞ്ച് മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യുമ്പോൾ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫാനിന്റെ കണക്ഷൻ കൂടി കൊടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാനൊരു ഫാൻ എടുക്കുന്നുണ്ട്. ഈ ഫാനും കൂടെ നമുക്കൊന്ന് ടെമ്പറേച്ചർ കൺട്രോൾ സെറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കറങ്ങുന്നതും അതുപോലെ ഹീറ്റിന്റെ കൂളിംഗ് പർപ്പസിനൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ വയറിംഗ് കൂടെ ചെയ്യാം. അതിനായിട്ട് അലാറം AL1 എന്ന് എഴുതിയിട്ടുണ്ട്. ചിലതിൽ AL1, 2, 1 ഒക്കെ കാണാൻ 2-3 ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻസേ ഉള്ളൂ. അപ്പൊ അതായത് 6, 7. അതായത് ഓവർ ഹീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് അലാറം എടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ബ്ലോവറിന് കണക്ഷൻ കൊടുക്കാം. നമുക്ക് ഈ ഫാൻ കണക്ഷൻ കൊടുക്കാം. അതായത് എൻ്റെ ഇരിക്കുന്ന 220 ഒരു ഫാനാണ്. ഒരു ടെർമിൽ ഞാൻ ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടെർമിൽ ഒരു കോമൺ സപ്ലൈ നമ്മൾ ഈ പറയുന്ന 6ലേക്ക് കണക്ട് ചെയ്യുക. 7 എന്ന് പറയുന്ന ടെർമിൽ നമ്മൾ ഫാനിലേക്കുള്ള ഇൻപുട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ഫാനിന്റെ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 6ഉം 7ഉമാണ്. 7 എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഫാനിലേക്കും, 6 എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഫേസ് സപ്ലൈ നമ്മൾ ഉള്ളിലേക്ക് ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് പവർ ഓൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണേ എന്നുള്ളത്. അതിനായിട്ട് ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ 100 ആണല്ലോ വെച്ചിരിക്കുന്നത്. നമ്മൾ ഹീറ്റർ നമ്മൾ തെർമോകപ്പിൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാം. ഹീറ്റ് ചെയ്ത് 100 മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അലാറം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇവിടെ AL1 എഴുതുന്നത്, അത് 10 ഡിഗ്രി. ഇപ്പൊ 100 ആണ് നമ്മൾ ചെയ്തതിന് 110 മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫാൻ ഓൺ ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് വേരിയേഷൻ ഒക്കെ ചെയ്യാം, എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിന് കറക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ താഴോട്ട് സെറ്റ് ചെയ്യണം, ഞാൻ ഇപ്പൊ 5 ഡിഗ്രി കൂടുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അതിനെ കറക്റ്റ് ആയിട്ട് എനിക്ക് അലാറം വരണം. അതായത് 105 മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഫാൻ ഓൺ ആവണം. അപ്പൊ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് തെർമോകപ്പിൾ ഒന്ന് ഹീറ്റ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മുടെ എന്റെ ഹീറ്റർ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം 100 റീച്ച് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനായിട്ട് ഞാൻ തെർമോകപ്പിൾ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ കൺട്രോളറിൽ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും കൂടി നമുക്ക് എന്ത് ചെയ്യാം, 100 മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാൻ 5 ഡിഗ്രി കൂടുമ്പോഴത്തേനും നമ്മുടെ കൂളിംഗ് ഫാൻ ഓൺ ആവണം. യെസ്, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് ആയിട്ട് 5 ഡിഗ്രിക്ക് മേലോട്ട് പോവുകയാണ്. ഇപ്പൊ എന്റെ ഓവർ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഹീറ്റിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്റെ ഫാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 100 താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഹീറ്റർ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ലൈറ്റ് ഓൺ ആവും. എന്റെ ഹീറ്റർ ഇപ്പോൾ ഓൺ ആവുന്നതായിരിക്കും. ഇത് ഓട്ടോമാറ്റിക്കലി ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ചെറിയൊരു വേരിയേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തെർമോകപ്പിൾ ജസ്റ്റ് ഇങ്ങനെ ഹീറ്റ് ചെയ്യുന്നതാണ് ഇത്രയും ലാഗ് വരുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 0 കറക്റ്റ് ആക്യുറേറ്റ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൂളിങ്ങിനെ കൺട്രോൾ ചെയ്തത്, ഹീറ്റിനെ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാനിന് പകരം നിങ്ങൾക്കൊരു ബസറിലേക്കോ അല്ലെങ്കിൽ ഒരു അലാറം PLC ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്താലും ഓവർ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത വയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ SSR ത്രൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എൻ്റെ കയ്യിൽ ഒരു SSR ഉണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന വയറിംഗ് കോണ്ടാക്ടർ ത്രൂ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 3 to 32 DC വോൾട്ടേജ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ടെർമിനൽ 11ഉം 12ഉം ആ ഒരു ടെർമിലാണ് നമ്മുടെ SSRന്റെ ഇൻപുട്ട്. അപ്പൊ നമ്മൾ ഈ ചെയ്ത വയറിംഗ് മൊത്തം കോണ്ടാക്ടറിനൊക്കെ നമ്മൾ പഴിച്ചു മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, SSR ത്രൂ നമ്മുടെ ഹീറ്റർ വർക്ക് ചെയ്യണം. അതുപോലെ അതേപോലെ ഈ കൂളിംഗ് ഫാനും ഓപ്പറേറ്റ് ചെയ്യണം. നമുക്ക് അതിനായിട്ട് വയറിംഗ് ചെയ്താലോ. അപ്പൊ ഇതാണ് നമ്മുടെ SSR കണക്ഷൻ. നമ്മൾ കോണ്ടാക്ടറിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മൈനസ് കാണാൻ പറ്റും, അതുപോലെ ഇവിടെ പ്ലസ് കാണും. ഇതാണ് ഇൻപുട്ട്. അപ്പൊ ഇത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോളറിന്റെ 11ഉം 12ഉം ടെർമിനലിൽ നമ്മൾ ഈ കണക്ഷൻസ് നമ്മൾ കൊടുക്കണം. SSRന്റെ ഇൻപുട്ട് വോൾട്ടേജ്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ സിംഗിൾ ഫേസ് നമ്മൾ കോണ്ടാക്ടറിന്റെ മുകളിൽ കൊടുത്തതുപോലെ
ഇൻപുട്ട് സപ്ലൈ ഇവിടെ കൊടുക്കുക ഫേസ് ലൈന്, അതുപോലെ ഇത് ഔട്ട്പുട്ട് നമ്മുടെ ഹീറ്ററിലേക്ക് കൊടുക്കുക. അപ്പൊ അതിനായിട്ട് ഞാൻ ഈ ഫേസ് ലൈൻ ഡയറക്റ്റ് നമ്മുടെ ബൾബിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഹീറ്റർ ഓൺ ആവുന്നുണ്ട്. ഓക്കെ, അതിനായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ കൺട്രോൾ വയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 11ഉം 12ഉമാണ് ഞാൻ ഈ SSRലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് വയറിംഗ് ചെയ്തിട്ടുണ്ട്. അതായത് ടെമ്പറേച്ചർ കൺട്രോളർ, അതുപോലെ SSRന്റെ ഇൻപുട്ട് വോൾട്ടേജ്, അതായത് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺട്രാക്ടറിന്റെ 11ഉം 12ഉം, അതായത് ഈ 11ഉം 12ഉം പ്ലസും മൈനസും നോക്കിയിട്ട് വേണം നമുക്ക് കണക്ഷൻസ് കൊടുക്കാൻ. വേറെ ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്തിയിട്ടില്ല. അതുപോലെ ഓവർ ഹീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂളിംഗ് ഫാൻ റൺ ആവണം, അതുപോലെ ഹീറ്റർ വർക്ക് ആവണം. ഇത് ഹീറ്റർ നമുക്ക് കോൺട്രാക്ടറിന് പകരം ഈ ലൈറ്റ് നമ്മൾ SS ത്രൂ ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രോഗ്രാം ഈ ടെമ്പറേച്ചർ കൺട്രോൾ ഒന്ന് പവർ ഒന്ന് ഓൺ ചെയ്താലോ. അപ്പൊ അതിനായിട്ട് ഞാൻ ടെമ്പറേച്ചർ കൺട്രോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറ്റ് വർക്ക് ആവുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കറക്റ്റായിട്ട് ഔട്ട് 1 വരുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ ഔട്ടർ കറക്റ്റ് നമ്മൾ കോൺട്രാക്ടറിന് പകരം SSR ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് പ്രോഗ്രാംസുകൾ വരും. അപ്പൊ ഡൗൺ ചെയ്യുക. അതുപോലെ ഈ കാണുന്ന ഈ റിലേ നമുക്ക് പകരം SSR ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ആരോ മാർക്ക് നോക്കുമ്പോൾ SSR കാണാൻ പറ്റും. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ SSR മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പവർ ഓൺ ആക്കിയിട്ടുണ്ട് പ്രോഗ്രാം ചേഞ്ച് ചെയ്തതിനു ശേഷം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും കറക്റ്റായിട്ട് എൻ്റെ SSR ലൈറ്റ് ഇവിടെ ഓൺ ആയി കിടക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ഹീറ്ററും വർക്കിംഗ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു, കാണാൻ പറ്റും എൻ്റെ SSR ഓൺ ആയിട്ടുണ്ട്. അതുപോലെ ഹീറ്റ് കറക്റ്റായിട്ട് 100 റീച്ച് ആവാത്തതുകൊണ്ടാണ് എൻ്റെ ഹീറ്റർ കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ തെർമോകപ്പിളിനെ ഒന്ന് ഹീറ്റ് ചെയ്യുവാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാല്യൂസ് ഇങ്ങനെ കയറുന്നതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി പിന്നെ ഓട്ടോമാറ്റിക്കലി കൺട്രോളിങ് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ കാണാൻ പറ്റും 54 ആ റേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഹീറ്റ് ഓൺ ഓഫ് അങ്ങനത്തെ ഒരു പ്രോസസ്സിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി പോകും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് SS ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്. വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇനിയിപ്പോ ഞാൻ ജസ്റ്റ് കറക്റ്റ് ആയിട്ട് 100 മേലോട്ട് പോവാണെന്ന് നോക്കും. നമ്മൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 100 മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫാൻ റൺ ആവുന്നതായിരിക്കും. 105 ശേഷം നമ്മുടെ ഫാൻ കണ്ടിന്യൂസ് റൺ ആവുന്നുണ്ട്. ഇനി നമുക്ക് സാധാരണ ഈ ഹീറ്റ് താഴ്ന്നു പോവുകയാണ്, 100 താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി ഹീറ്റർ ഇപ്പോൾ വർക്ക് ആവും. അതിനായിട്ട് SSR ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. നമുക്ക് നോക്കാം. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ കൂളിംഗ് ഫാൻ ഓഫ് ആവുകയും ഓഫ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹീറ്റർ ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കൺട്രോളിനെ പറ്റിയാണ് പഠിച്ചത്. അപ്പൊ എന്താണ് ടെമ്പറേച്ചർ കൺട്രോൾ, എങ്ങനെ അതിന്റെ കൺട്രോൾ വയറിംഗ് ചെയ്യാം, അതിന്റെ കംപ്ലീറ്റ് വയറിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ SSR കോൺട്രാക്ടർ ഇത് രണ്ടാണെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് എങ്ങനെ വയറിംഗ് ചെയ്യാം, അതുപോലെ പ്രോഗ്രാം ചെയ്യാം. അതുപോലെ SSRന്റെ മോഡ്, അതുപോലെ കോൺട്രാക്ടറുടെ റിലേയുടെ കൺട്രോൾ വയറിംഗ് അതെല്ലാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ കൂളിംഗ് മെത്തേഡ്, അതുപോലെ തെർമോകപ്പിൾ എങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ ഇതിനെപ്പറ്റി ഓവറോൾ എല്ലാം. അപ്പൊ ഈ ഒരു ടെമ്പറേച്ചർ കൺട്രോളിനെ പറ്റി നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഏത് ടെമ്പറേച്ചർ കൺട്രോളും ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡസ്ട്രിയൽ ഫീൽഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും കമന്റ്സും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.